ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ എൻസിപിയിലെ പിളർപ്പിൽ വിട്ടുവീഴ്ചയില്ല എന്ന് തോമസ് കെ തോമസ്. ഘടകകക്ഷി അംഗീകാരം ആവശ്യപ്പെട്ടുടൻ LDF നേതൃത്വത്തെ സമീപിക്കുമെന്നും പുതിയ പാർട്ടിയെക്കുറിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നും തോമസ് കെ തോമസ് പറഞ്ഞു. AK ശശീന്ദ്രനും തോമസ് കെ തോമസും ചേർന്നാണ് പിളർപ്പിന് നേതൃത്വം നൽകിയത്. PC ചാക്കോയ്ക്കും PM സുരേഷ് ബാബുവിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു വിഭാഗം പാർട്ടി വിട്ടത്. ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് വിടാൻ കാരണം NDAയുമായിട്ടുള്ള ബന്ധമാണ്. കുറേ കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു, പക്ഷേ പരസ്യമായിട്ട് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചോദ്യത്തിനൊക്കെ ഞങ്ങൾ മറുപടി പറയണ്ടേ? അതിനെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റില്ല. തീർച്ചയായിട്ടും ഇതിനെ PC ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അല്ലേ, അപ്പോൾ അദ്ദേഹം ഇതിനെ പച്ചക്കൊടി കാണിക്കുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ 9 അംഗ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അടിയന്തരമായിട്ട് കൂടിക്കൊണ്ട് അതിന് വേണ്ട തീരുമാനം എടുത്തിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ NCPS എന്ന് പറഞ്ഞാൽ NCP സെക്കുലർ എന്നുള്ളത് വല്ലാത്ത രീതിയിലുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു സംവിധാനമാണ് PC ചാക്കോയ്ക്ക്. അദ്ദേഹത്തിന് പവാറിൻ്റെ അടുക്കെ ചെന്ന് എന്തെങ്കിലുമൊക്കെ സാധിക്കാമെന്നുള്ള ഒരു ധൈര്യമാണ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എന്തും വിചാരിച്ചാൽ നടത്താമെന്നുള്ളത്, അതങ്ങനെ നടത്താനായിട്ട് സമ്മതിക്കില്ല. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, ഇപ്പോൾ പിളർന്നു പോയ വിഭാഗത്തിന് തീരുമാനം എന്താണ്? പുതിയ പാർട്ടി രൂപീകരിക്കാനാണോ? ഇപ്പോൾ നിലവിലുള്ള NCPയുടെ തീരുമാനം എന്താണ്? ഇങ്ങനെ തന്നെ പോകാനാണോ? സ്മൃതി, LDFിലെ ഘടകകക്ഷി NCP ശരത് പവാർ വിഭാഗമാണ്. അപ്പോൾ ആ ഔദ്യോഗിക ഘടകകക്ഷി എന്നത് അവരെ പുറത്താക്കുകയും മറ്റൊരു ഘടകകക്ഷി എടുക്കുകയും ഒക്കെ ചെയ്യും വിധമുള്ള മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ പോകണം. അതായത് കേരള ഘടകം ഏതാണ്ട് സമ്പൂർണ്ണമായി തന്നെ, അതായത് ഭൂരിപക്ഷം നേതാക്കളുടെയും പിന്തുണ AK ശശീന്ദ്രനും തോമസ് കെ തോമസിനുമാണ്. അവർ പിളർന്നു മാറുന്നു. അപ്പോൾ ഇനി മുതൽ അവർ ഔദ്യോഗികമായി NCP ശരത് പവാർ വിഭാഗം എന്നാണ് ആ പാർട്ടിയുടെ പേര് തന്നെ. അപ്പോൾ ഒന്നുകിൽ പുതിയ പാർട്ടി രൂപീകരിക്കണം, അതല്ലെങ്കിൽ LDFിലെ ഏതെങ്കിലും ചെറു പാർട്ടികളിൽ ലയിക്കണം, അല്ലെങ്കിൽ ചെറു പാർട്ടികളുടെ ഒരു ലയനം സാധ്യമാക്കണം. ഉദാഹരണത്തിന് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളുണ്ട്. അതല്ലെങ്കിൽ NCP സെക്യുലർ എന്ന പേരിലോ മറ്റോ പുതിയൊരു പാർട്ടി രൂപീകരിക്കാനുള്ള ആലോചന, ഇങ്ങനെ ഒരു ആലോചനയാണ് ഇപ്പോൾ സജീവമായി പുരോഗമിക്കുന്നത്. അതിന് LDF നേതൃത്വത്തിന്റെ പച്ചക്കൊടി കൂടി വേണം. അപ്പോൾ അവർ പറയുന്നത് LDF നേതൃത്വം ഇത് അംഗീകരിക്കും, തങ്ങളെ തന്നെ ഔദ്യോഗിക ഘടകകക്ഷിയായി അംഗീകരിക്കും എന്ന ഒരു വിശ്വാസമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതായത് ഭൂരിഭാഗം ജില്ലാ കമ്മിറ്റികളുടെയും അതോടൊപ്പം സംസ്ഥാന ഭാരവാഹികളുടെയും പിന്തുണ ഉറപ്പിക്കാൻ തോമസ് കെ തോമസിനും AK ശശീന്ദ്രനും കഴിഞ്ഞിട്ടുണ്ട്. ഇരുവരും PC ചാക്കോ വിഭാഗത്തിനെതിരെ ഒന്നിച്ചതാണ് ഈ പൊട്ടിത്തെറിയിലേക്ക് പോയത്. PC ചാക്കോ വിഭാഗത്തിലെ പ്രമുഖനായ PM സുരേഷ് ബാബുവിനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. അതോടുകൂടി ദേശീയ നേതൃത്വമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു, അവർക്ക് NDA ബന്ധമുണ്ട് എന്നൊരു കാര്യം ആരോപണമായി ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നു. അങ്ങനെ പിളർപ്പ് ഏതായാലും യാഥാർത്ഥ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കണോ, അതല്ല LDFിലെ ഏതെങ്കിലും ഘടകകക്ഷിയിൽ ലയിക്കണോ, ഈ കാര്യത്തിൽ LDF നേതൃത്വത്തിന്റെ കൂടി ഒരു അനുമതി വേണം എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി, കേരളത്തിൽ ഉണ്ടായിരുന്ന NCPയിലെ ബഹുഭൂരിപക്ഷം നേതാക്കളും മറുവശത്തേക്ക് പോകുമ്പോൾ PC ചാക്കോയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി. PC ചാക്കോയും PM സുരേഷ് ബാബുവും രണ്ടുപേരും കോൺഗ്രസിൽ നിന്ന് NCPയിലേക്ക് എത്തിയതാണെന്ന് അറിയാം. അപ്പോൾ അവർക്ക് കാര്യമായ നേതാക്കളുടെ പിന്തുണയില്ല, അവർ ഒറ്റപ്പെടുന്നു. ഫലത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് സാധ്യതകൾ ഇല്ലാതായിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ആരാഞ്ഞിരുന്നു. പക്ഷേ ഒരു വിട്ടുവീഴ്ച, അതായത് ഒരു ചർച്ച നടത്തി ഒരുമിച്ച് പോവുക, സംസ്ഥാന അധ്യക്ഷന്റെ പദവിയിൽ നിന്ന് തോമസ് കെ തോമസിനെ മാറ്റി PM സുരേഷ് ബാബുവിനെ വെച്ചതോടുകൂടിയാണ് പൊട്ടിത്തെറി അതിന്റെ പാരമ്യത്തിലേക്ക് പോയത്. അപ്പോൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച, ഒരു സമവായ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് ഇനി അങ്ങനെ ഒരു സാധ്യതയില്ല എന്നാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. അതിന്റെ കാരണം ദേശീയ തലത്തിൽ NDAയുമായി സഹകരിക്കുന്ന, അതായത് മറുപക്ഷവുമായി സഹകരിക്കുന്ന ഒരു നിലപാട് ദേശീയ നേതൃത്വം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് LDFിൽ അങ്ങനെ തുടരാൻ കഴിയില്ല എന്നൊരു പ്രതിസന്ധി കൂടിയുണ്ട്. അപ്പോൾ അവർ ഇനി എന്ത് ചെയ്യും? PC ചാക്കോയും PM സുരേഷ് ബാബു ഇനി എന്ത് ചെയ്യും എന്നൊരു ചോദ്യമുണ്ട്. അവർ ഒഫീഷ്യൽ NCP ശരത് പവാർ വിഭാഗവുമായി മുന്നോട്ട് പോകുമോ? അങ്ങനെ മുന്നോട്ട് പോയാൽ അവർ കണികൾ ഉണ്ടാകുമോ? അപ്പോൾ LDFിന്റെ മുൻപിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അവരൊരു തീരുമാനമെടുക്കണം, ആരെ കൊള്ളണം ആരെ തള്ളണം എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അപ്പോൾ നിലവിൽ തന്നെ തോമസ് കെ തോമസ് അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ചെക്ക് അവർക്ക് NDA ബന്ധമുണ്ട് എന്ന വാദമാണ്. അത് LDFിൽ നിന്ന് അവരെ പുറത്താക്കുകയും തങ്ങളെ ഔദ്യോഗിക ഘടകകക്ഷിയായി അംഗീകരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിയാണ്. സ്വാഭാവികമായും അത്തരം രാഷ്ട്രീയ നീക്കങ്ങളാണ്. കൂടിയാലോചനകൾ പുരോഗമിക്കുന്നുണ്ട്, ഘടകകക്ഷികളുമായുള്ള കൂടിയാലോചന നടക്കുന്നു, അതല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിക്കും. ശരി, സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.